ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കാൻ പോകുന്നത് സൃഷ്ടിയിലെ തൃത്വമാണ്. ദൈവത്തിന്റെ ഏകീകൃത പ്രവൃത്തി സൃഷ്ടിയിൽ എങ്ങനെയാണ് നാം തിരിച്ചറിയാൻ പോകുകയാണ്, എങ്ങനെയാണെന്നുള്ളത് നാം മനസ്സിലാക്കാൻ പോകുകയാണ്. തൃത്വം സൃഷ്ടിയിൽ എപ്പോഴും സന്നിഹിതനാണെന്നും സജീവമാണെന്നും ഇവിടെ വ്യക്തമാകും. 3 വ്യക്തികളിൽ ദൈവത്തിന്റെ ഐക്യം ഇവിടെ പ്രകടമാക്കിയാണ്. പിതാവായ ദൈവം സൃഷ്ടാവാണ്, ഹല്ലേലൂയ, അവൻ ക്രിയേറ്ററാണ്. ഉൽപ്പത്തി 1:1 നമുക്കത് വായിക്കാൻ കഴിയുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. In the beginning God created the heaven and the earth. Hallelujah. അവിടെ ഒരു പദം നമ്മൾ ശ്രദ്ധിച്ചുവോ? God created, അതായത് ദൈവം സൃഷ്ടിച്ചു എന്നാണ്. എന്താണ് ദൈവം സൃഷ്ടിച്ചത്? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. സകലവും യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കാനിടയാകുന്നു. സകലവും സൃഷ്ടിക്കപ്പെട്ട വചനം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. നോക്കണേ, അപ്പൊ ഗോഡ് എന്താണ് ചെയ്തത്? ദൈവം എന്താണ് ചെയ്തത്? സർവശക്തിമാൻ അല്ലെങ്കിൽ പരമാധികാരി എന്താണ് ചെയ്തത്? സൃഷ്ടിതാവ് എന്താണ് ചെയ്തത്? അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഇനിയും ദൈവത്തിൽ നിന്നും മറ്റൊരു പ്രസ്താവനയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസ്താവന, വചനത്തെ കുറിച്ചുള്ള പ്രസ്താവന. അത് ഇവിടെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് വ്യക്തമാക്കുന്നു. 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനത്തിൽ എന്താണ്? ആമേൻ. വചനമുണ്ടായിരുന്നു ആദിയിൽ, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉണ്ടായി, ഉളവായി. ആരാണ് അവൻ? യേശുക്രിസ്തു മുഖാന്തരം ഉളവായി. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് and the word was with God and the word was God. All things were made through him എന്നാണ്. അപ്പൊ ക്രിസ്തുവിലൂടെ വചനമായി സകലതും ഉളവായി എന്ന് വ്യക്തമാക്കിയാണ്. കൊലോസ്യ ലേഖനം 1:16 ചേർത്ത് പഠിക്കുമ്പോൾ സ്വർഗത്തിലുള്ളതാകട്ടെ, ഭൂമിയിലുള്ളതാകട്ടെ, ദൃശ്യമായതാകട്ടെ, അദൃശ്യമായതാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചുവെങ്കിലും അതിനകത്തുള്ള ബാക്കി സകല സംവിധാനങ്ങൾ ആര് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു? യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന ഇവിടെ പരിശുദ്ധാത്മാവിൽ ഈ തിരുവചനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മൂന്നാമതായി പരിശുദ്ധാത്മാവായ ദൈവം, അദ്ദേഹം എന്താണ് ചെയ്തത്? God the Holy Spirit എന്താണ് ചെയ്തത്? നാം പഠിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. Hallelujah. The Spirit of God was hovering over the waters. നോക്കണേ, പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എവിടെ? വെള്ളത്തിന്മീതെ. അപ്പൊ പരിശുദ്ധാത്മാവായ ദൈവ ജീവശ്വാസമായും അതുപോലെ ഭൂമിയിലെ സൃഷ്ടിപ്പിന്റെ നടുവിൽ അവൻ സൃഷ്ടിയുടെ മേൽ ശ്വാസമായി, ആത്മാവായി, സ്പിരിറ്റായി വ്യാപരിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കിയ ഒരിക്കലും ഞാൻ തെളിച്ചു പറയാം. യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ 4-ാം വചനത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ നൽകുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുക. ഇയ്യോബിനെയും അവന്റെ സുഹൃത്തുക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് എലിഹു എന്ന ഒരു ചെറുപ്പക്കാരന്റെ പ്രസ്താവനയാണ്. അദ്ദേഹം ദിവ്യ പ്രവചോദനത്തോടെ, അധികാരത്തോടെ അപേക്ഷിച്ചുകൊണ്ട് എലിഹു തന്റെ വാക്കുകൾ യോബിന്റെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. തന്റെ വാക്കുകൾ വെറും മാനുഷികമായ അഭിപ്രായമല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നൽകപ്പെട്ടതാണെന്ന് ഇവിടെ എലിഹു എന്ന ചെറുപ്പക്കാരൻ അവകാശപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ നൽകി. ഇത്ര നമ്മൾ ചിന്തിക്കുക. ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു, എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്തു? സകലതും
സൃഷ്ടിക്കപ്പെട്ടു. ഇനി ആത്മാവ് എന്താ ചെയ്തത്? ആത്മാവ് ശ്വാസം നൽകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഭൂമിയിലെ സകല പ്രവൃത്തികളോട് കൂടെ നിൽക്കുന്നു. ആമേൻ. ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവ് സൃഷ്ടികളിടയിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവ് ഒരു സ്പിരിറ്റുമായി, ശ്വാസമായി രൂപം കൊള്ളുന്നു എന്ന് ഇവിടെ വചനം വ്യക്തമാക്കിയാണ്. ഇതൊന്നും എന്റെ വചനങ്ങളല്ല, തിരുവെഴുത്ത് വാക്യം വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിനാൽ ഉരുവായി യേശുക്രിസ്തു എന്ന് നമ്മൾ പഠിക്കുന്ന ആ ചിന്ത ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പൊ സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവെന്ന ഈ ഘടകം ഒരു മനുഷ്യനെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. യേശുവിനെ ഉദരത്തിൽ എന്ത് ചെയ്തു? ജന്മം നൽകി എന്ന് വ്യക്തമാക്കുന്നു. ശാരീരിക രൂപം അവതരിപ്പിക്കാൻ തക്കണ ആത്മാവിന് കഴിവുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കി. എലിശബത്തിന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ശിശുവിന് കേവലം മറിയ വന്ദനം ചൊല്ലിയപ്പോൾ എന്ത് സംഭവിച്ചു? ശിശു ഉദരത്തിൽ കിടക്കുന്ന ശിശു തുള്ളി എന്നാണ്. ആത്മാവ് നിറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവ് എല്ലായ്പ്പോഴും ആളുകളോട് കൂടെ ഇരുന്ന് നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട്, സ്ഥിതിഗതികൾ ഏകോപിപ്പിച്ചുകൊണ്ട് നിരന്തരം സന്നിഹിതനായി നിൽക്കുന്ന ഒരു ശക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്ന എലിഹു എന്ന ചെറുപ്പക്കാരൻ യോബിനോട് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഘടകമാണ്. ആത്മാവിന്റെ പ്രവൃത്തി എന്താണ്? സൃഷ്ടിപ്പിനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ മീതെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി, അല്ലെങ്കിൽ സന്നിഹിതനാണ്, സജീവമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇനി ഉൽപ്പത്തി 2:7 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നു, സൃഷ്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് അഥവാ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നോക്കണേ, ഇത് വാസ്തവത്തിൽ എന്താണ് ഇവിടെ ചെയ്യുന്ന ക്രിയേഷൻ? ആത്മാവിന്റെ സാന്നിധ്യം മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. ഉത്തരം നമ്മൾ ചിന്തിക്കുക, യഹോവയായ ദൈവത്തിന്റെ നടുവിൽ ദൈവപ്രവർത്തിക്കു വേണ്ടി വിവിധ രൂപങ്ങൾ, വിവിധ വ്യക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് ഇവിടെ വചനം വ്യക്തമാക്കുന്നു. സാരാംശത്തിൽ ഒരേ ഒരു ദൈവമേ ഉള്ളെങ്കിലും 3 പേഴ്സൺ 3 വ്യക്തിത്വത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നു, ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന പദം മുന്നിട്ട് നിൽക്കേ. യോഹന്നാൻ സുവിശേഷകൻ പറയുന്നു, അത് ദൈവത്തിന്റെ സൃഷ്ടിപ്പ് ആകാശത്തിലും ഭൂമിയിലും നടന്നുവെങ്കിലും ബാക്കിയുള്ള സകല കാര്യങ്ങളിൽ പുത്രന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. പിന്നീട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. പുത്രനെ കൂടാതെ, യേശുക്രിസ്തുവിനെ കൂടാതെ ഒന്നും സംഭവിക്കത്തില്ല. യേശുക്രിസ്തു മുഖാന്തരം സകലതും ഉളവായി. അദൃശ്യമായതും ദൃശ്യമായതും എല്ലാം യേശുക്രിസ്തു മുഖാന്തരം ഉളവായി. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് തന്നെ നമുക്കറിയാം, അതിന്റെ 2-ാം വചനവും 2:7 ഒക്കെ പറയുമ്പോൾ കാണുന്നത് ഇതാണ്. ദൈവം വെള്ളത്തിന്റെ മീതെ പരിവർത്തിക്കുന്നു. ദൈവം മനുഷ്യനിൽ ശ്വാസം ഊതുമ്പോൾ ആത്മാവിന്റെ സാന്നിധ്യത്തോടുകൂടെ ശ്വാസത്തിന്റെ ആ മഹത്വമായ സ്പിരിറ്റ് മനുഷ്യനിൽ നിലവിൽ കൊള്ളുവാൻ തക്കണം ഇടയാകുന്നു എന്ന് ഇവിടെ തിരുവെഴുത്ത് വ്യക്തമാക്കിയ 139-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 13-ന്റെ 14-ാം എന്താണ് പറയുന്നത്? നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ചത്, അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് സർവശക്തന്റെ ശ്വാസം എന്താണ് ചെയ്യുന്നത്? അത് ജീവൻ നൽകുന്നു. ഒരു നിലനിർത്തൽ ശക്തിയാണ് ഇവിടെ വെളിപ്പെടുന്നത്. പ്രിയരെ, ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും ദൈവത്തിന്റെ സമ്മാനമാണ്. വിശ്വസിക്കുന്നവർ നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
റുവാച്ച് എന്ന ഒരു എബ്രായ പദം നൽകിക്കൊണ്ടാണ് ഈ ആത്മാവെന്നും ശ്വാസം എന്നുമുള്ള ഈ ഘടകത്തെ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ജീവൻ നൽകുന്ന ശക്തിയുമായി ബന്ധപ്പെട്ട ശ്വാസം അഥവാ ആത്മാവ് റുവാച്ച് എന്ന എബ്രായ പദം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് മനുഷ്യനിടയിൽ ശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ 17-25 വചനം പഠിക്കുന്നവർക്കറിയാം, അതെ, അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും എല്ലാം നൽകുന്നു എന്ന് അവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് നമുക്ക് മധ്യ ചെയ്യുന്ന ഘടകം? ജീവൻ നൽകുന്നു, ശ്വാസം നൽകുന്നു, നമ്മുടെ ഇടയിൽ ജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ബോധം വരുത്തുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ബോധം വരുത്തുന്നു. അതുകൊണ്ട് ത്രിത്വം എന്ന് പറയുന്ന ഈ അനുഗ്രഹം സകല ജനത്തിന്റെ നടുവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, സൃഷ്ടിയുടെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഇതൊരു ദൈവശാസ്ത്രപരമായ വിഷയമാണ്. എങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്: നമ്മുടെ നിലനിൽപ്പ് പൂർണ്ണമായും ദൈവത്തിൽ ആണ് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ നിലനിൽപ്പ് പൂർണ്ണമായും ദൈവത്തിൽ വേരൂന്നിയതാണ്, യേശു ക്രിസ്തുവിൽ വേരൂന്നിയതാണ്, ആത്മാവിൽ വേരൂന്നിയതാണ്. അതുകൊണ്ട് ദിവ്യമായ ഈ അന്തർലീനത നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. ദൈവം അങ്ങ് അകലെയല്ല, അവൻ ദിവസവും നമ്മിലേക്ക് ജീവൻ ശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുകയും അവന്റെ ശ്വാസത്താൽ ജീവിക്കുകയും ചെയ്യുന്നത് ഓരോ ജീവിതത്തിനും ആഴത്തിലുള്ള മൂല്യമാണ് നൽകുന്നത്. അതുകൊണ്ട് നാം ശ്വസിക്കുന്ന ഈ ശ്വാസം ദൈവത്തിന്റെ സമ്മാനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വേണം നാം ഓരോ ദിവസം ജീവിക്കുവാൻ. ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ ദൈവം പെർമിഷൻ തന്നിട്ടില്ല. നമുക്കുള്ള സകലതും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ ഈ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ആത്മാവ് ഒന്ന് പിൻവലിച്ചാൽ, ഈ ശ്വാസം ഒന്ന് പിൻവലിച്ചാൽ നമ്മുടെ അവസ്ഥ വളരെ നിർജീവമാണ്, ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിലുള്ള നമ്മുടെ ഉത്ഭവവും ലക്ഷ്യവും നാം തിരിച്ചറിയണം. ഓരോ ശ്വാസവും ദൈവത്തിനോട് നമ്മൾ നന്ദി പറയാൻ കടപ്പെട്ടതാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളാണ് പ്രിയരെ. നാം ആരും സൃഷ്ടാവല്ല. ജീവിതകാലം മുഴുവൻ നാം ദൈവത്തിൽ ആശ്രയിക്കണം. സൃഷ്ടിതൃത്വത്തിനുള്ളിലുള്ള ഐക്യവും വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്നതിനാൽ നാം ഐക്യത്തിൽ ജീവിക്കുകയും ക്രിസ്തുവിന്റെ ശരീരത്തിനുള്ളിൽ നമ്മുടെ വ്യത്യാസങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണം. ഞാനത് കുറച്ചുകൂടെ വ്യക്തമാക്കി നിങ്ങളോട് സംസാരിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12 മുതൽ 14 വരെ അവിടെ ഇങ്ങനെ വ്യക്തമാക്കുന്നു: ശരീരം ഒന്ന്, പ്രൈസ് ദി ലോർഡ്, അതിൽ അവയവം പലതാണ്. ശരീരത്തിന്റെ അവയവവും പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, പക്ഷെ അവയവങ്ങൾ എന്താണ്? പലതാണ്. ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെ ക്രിസ്തുവിലാണ് സകലതുമെന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പിതാവിനെയോ ക്രിസ്തുവിനെയോ പരിശുദ്ധാത്മാവിനെയോ മാറ്റി നിർത്തി ഒരു ദൈവ വൈതലിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ വ്യക്തമാക്കിയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ട് എന്ന് തുറന്ന സത്യമാണ് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് റുവാച്ച് എന്ന് അറിയപ്പെട്ടുകൊണ്ട് ശ്വാസം എന്ന് പറയപ്പെടുന്ന ഈ അനുദിനം നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഈ ശ്വാസം നമ്മൾ ആരും ഈ ലോകത്തിൽ നിന്ന് സമ്പാദിച്ച ഒരു ഘടകമല്ല. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്:
ഇത് സ്വർഗത്തിന് ദൈവം വന്ന മനുഷ്യന്റെ മൂക്കിൽ ഊതി എന്നല്ല ഇവിടെ വ്യക്തമാക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ഒരിക്കലും മനുഷ്യൻ ആയി പറഞ്ഞ ഈ ഭൂമിയിൽ ദൈവമായിട്ട് വരാൻ കഴിയുകയില്ല. അതിനാണ് റുവാച്ചായിട്ട് വെളിപ്പെട്ടത്, സ്പിരിറ്റുമായിട്ട് വെളിപ്പെട്ടത്, ആത്മാവായി വെളിപ്പെട്ടത്. ഈ ആത്മാവായ ശ്വാസം നമ്മുടെ മൂക്കിൽ ഊതിയപ്പോൾ ഓർത്തുകൊള്ളണം, ദൈവം നമ്മുടെ സമീപത്തനായി നിലകൊള്ളുന്നു. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന വേളകളിൽ ഈ ശ്വാസം ഉള്ളിടത്തോളം കാലം തിരിച്ചറിഞ്ഞു കൊള്ളുക, ദൈവമാണ് കൂടെ വസിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്നത് ശരീരം ഒന്നാണ്, അതിന് അവയവം പലതാണ്. ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്നത് പോലെ ക്രിസ്തുവും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനാൽ സകലതും സർവവും സമ്പൂർണമായിരിക്കുന്നു. ക്രിസ്തുവിനെ കൂടാതെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നിവിടെ വ്യക്തമാക്കിയാണ്. ഇവിടെ തുടർന്നും വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, 13 മുതൽ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. നോക്കണേ, കറുത്തവനായാലും വെളുത്തവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഉയർന്നവനായാലും താഴെക്കിടയിലുള്ളവനായാലും ഏത് രാജ്യത്തിൽ പിറന്നവനായാലും അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഒരേ ഒരാത്മാവാണ്. അത് ദൈവത്തിന്റെ ആത്മാവെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് ഓടി രക്ഷപ്പെടാൻ നമുക്ക് കഴിയല്ല. ദൈവത്തിന്റെ ശ്വാസം എനിക്ക് വേണ്ട എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയല്ല. കാരണം മനുഷ്യനാണോ ദൈവത്തിന്റെ ശ്വാസം നമ്മുടെ കൂടെ ഉണ്ട്? മനുഷ്യനാണോ ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ട്? അതുകൊണ്ട് ദൈവത്തിന്റെ ശ്വാസം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്, ദൈവത്തിന്റെ ആത്മാവുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ആരും മറന്നു കളയരുത്, തള്ളിക്കളയരുത്. അനുദിന ഭയഭക്തിയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കണമെന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധി ഉപദേശിക്കുക. വിശുദ്ധ കാര്യങ്ങളിൽ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായിക കൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായിക കൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? ഹല്ലേലൂയ. മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? പ്രൈസ് ദി ലോർഡ്. നോക്കണേ, അപ്പൊ ഈ ഒരു ശരീരത്തിൽ എന്തുണ്ട്? കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്. ഒരു ദിവസം കണ്ണ് പറയുക ഹല്ലേലൂയ, ഞാൻ ഈ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. ഒരു ദിവസം ചെവി പറയുക ഞാൻ ഈ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുമോ? ഒരിക്കലുമില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് എങ്ങനെ ഹല്ലേലൂയ ലിസണിംഗ് ശ്രമിക്കാൻ കഴിയും? ശരീരം മുഴുവൻ കണ്ണായാൽ, ശരീരം മുഴുവൻ ഹല്ലേലൂയ ചെവിയായാൽ എങ്ങനെ മറ്റൊരു സംവിധാനത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. കണ്ണ് കണ്ണിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു, ചെവി ചെവിയുടെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു, മൂക്ക് മൂക്കിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന. ശരീരത്തിലെ ഓരോ അവയവങ്ങളും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. അതുകൊണ്ട് ശരീരത്തിലുള്ള അവയവങ്ങൾ ഒരിക്കലും ഈ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. എത്ര പേർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. സകലവും ഒരവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെയാണ്. കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, കാലുണ്ട്, കൈയുണ്ട്. ഇവയെല്ലാം പലതാണെങ്കിൽ ഇവയെല്ലാം എന്താണ്? ഒരു ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. കണ്ണിന് കൈയോടെ നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോടെ നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ എന്താണ്? ആവശ്യമുള്ളതാണ്. ശരീരത്തിൽ മാനം കുറഞ്ഞവയെന്നും തോന്നുന്നവയ്ക്കൊക്കെ നാം അധികം മാനമണിയിക്കുന്നു. നമ്മിൽ അഴുക്ക് കുറഞ്ഞവയ്ക്ക് അധികം അഴുക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ.
ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിനെ അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ആകയാൽ പ്രിയരെ, നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചു കൊള്ളണം. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എത്ര ശ്രേഷ്ഠമേറിയ പദവിയാണ്! അതുകൊണ്ട് ഒരിക്കലും ശരീരത്തിന്റെ ഭാഗമല്ല കണ്ണ് എന്നും, ശരീരത്തിന്റെ ഭാഗമല്ല ചെവിയെ എന്നും, ശരീരത്തിന്റെ ഭാഗമല്ല കാല് കയ്യ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരീരത്തിലെ അവയവങ്ങൾ പലതായിരിക്കെ ഈ അവയവങ്ങളെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ അവയവങ്ങളിലെല്ലാം വ്യാപരിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തള്ളുവാനോ അല്ലെങ്കിൽ ശ്വാസത്തെ ഇല്ലാതാക്കാനോ നമുക്ക് കഴിയുകയില്ല. ശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്വാസമാണ്. ഹല്ലേലൂയ. ഒരിക്കലും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും നൽകി എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അത് റുവാച്ച്, ആത്മാവ് ജീവനുള്ള ദേഹിയാക്കി മാറ്റി. ആത്മാവ് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. ആ ആത്മാവ് ശരീരത്തിലെ ബലഹീനമായ അവയവങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ബലമുള്ളതിനെ നിർത്തിക്കൊണ്ട് ബലമില്ലാത്തതിനെ കൂടുതൽ എന്ത് ചെയ്യുന്നു? ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടപ്പെടുകയാണ്. അതായത് കണ്ണ് വേദന അനുഭവിക്കുന്നുവെങ്കിൽ, കണ്ണിന് പ്രയാസം ഉണ്ടായെങ്കിൽ മറ്റു ശരീര അവയവങ്ങൾക്കെല്ലാം അതിന്റെ ഫീലിങ്സ് നേരിടുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ക്ഷീണം നേരിട്ടാൽ, വേദന അനുഭവപ്പെട്ടാൽ മറ്റു അവയവങ്ങൾക്കെല്ലാം അത് ബാധകമാണ്. അതുകൊണ്ട് സൃഷ്ടിയിൽ തൃത്വം പ്രവർത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ അളവ് കൂടാത്ത സാന്നിധ്യം തൃത്വത്തിന്റെ നടുവിൽ നമ്മൾക്ക് മധ്യ പ്രവർത്തിക്കുന്നു എന്ന് ഉള്ളതിനാൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. തൃത്വത്തിലെ ഐക്യം മറന്നു പോകരുത്. യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഹല്ലേലൂയ, നീ എനിക്ക് മധ്യേ പരിശുദ്ധാത്മാവിനെ ഈ ജനത്തിന് നടുവിലേക്ക് അയക്കണമേ. അത് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ജനത്തിന് ശക്തി കൊടുക്കുന്നു, ജനത്തിന് ബലം കൊടുക്കുന്നു, ജനത്തിന് ആരോഗ്യം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് ജനത്തിന് ബോധം നൽകുന്നു, വിവരം കൊടുക്കുന്നു. വിശുദ്ധ കാര്യങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് അതുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്ന് ഹാർദവത്തോടെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യണം. പരിശുദ്ധാത്മാവേ, നീ എന്റെ ഉള്ളിലേക്കൊന്ന് വരണമേ. എന്റെ വേദനിപ്പിക്കുന്ന എന്റെ ശരീരത്തിലെ ഭാഗങ്ങളിലേക്ക് നീ ഒന്ന് കടന്ന് ചെല്ലണമേ. എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. എന്റെ ബുദ്ധിമണ്ഡലത്തെ നിയന്ത്രിക്കണമേ. എന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യണമേ. ദൈവത്തിന്റെ തൃത്വം അല്ലെങ്കിൽ തൃത്വം എന്നറിയപ്പെടുന്ന 3 വിധമായ അനുഗ്രഹം സൃഷ്ടിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്ഭവവും ലക്ഷ്യവും നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരിക്കലും പലപ്പോഴും പറയാറുണ്ട്, മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആയിരിക്കുന്നത്. സത്യമാണ്. പക്ഷെ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ ശ്വാസമില്ല എങ്കിൽ, ദൈവത്തിന്റെ ആത്മാവില്ല എങ്കിൽ നമ്മുടെ അനുഗ്രഹം എവിടെ? ഹല്ലേലൂയ. നമ്മൾ നിലനിൽക്കുന്നത് പോലും ദൈവാത്മാവിനുള്ള അനുഗ്രഹത്താലാണ്, ദൈവിക ശ്വാസത്താലാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നാം സൃഷ്ടികളാണെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം. എല്ലായ്പ്പോഴും ജീവിതകാലം മുഴുവൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ കടപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മുടെ വ്യത്യാസങ്ങളെ നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഐക്യത കുറവ്, നമ്മുടെ ജീവിതത്തിലെ സ്വഭാവ വൈകല്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ, ഇവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം കടന്നു വരണം. ഇവിടെ ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. ഒരിക്കലും ദുഷ്ടശക്തിക്ക് അധീനപ്പെടരുത്. നമ്മൾ ആരും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഏതൊരു കുടുംബത്തിന്റെ നടുവിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല.
ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് ഇവിടെ വചനമാണ് ഇട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിനക്കായി വഴി തുറക്കും, ഞാൻ നിനക്ക് മുമ്പടെയായി പിമ്പടെയായി കൂടിയിരിക്കും, ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്നൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് തൃത്വം സൃഷ്ടിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സൃഷ്ടിയിൽ തൃത്വത്തിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ. വെള്ളത്തിന്റെ മീതെ തൃത്വം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ ശരീരത്തിൽ തൃത്വം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആകാശമണ്ഡലങ്ങളിൽ തൃത്വം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ള സകല ജീവജാല ജന്തുക്കളിലും തൃത്വം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സൃഷ്ടിയിലെ തൃത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവത്തോട് നമ്മൾ യാചിക്കണം, കർത്താവേ, അങ്ങ് സൃഷ്ടിയിലുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് ദൂരെ നിൽക്കുന്ന ദൈവമല്ല, അങ്ങ് സമീപസ്ഥനായ ദൈവമാണ്. മനസ്സ് തകർന്നവരെ അവിടുന്ന് മുറിവ് കെട്ടുന്ന ദൈവമാണ് ഞങ്ങൾ അറിയുന്നു. അങ്ങ് സുഖപ്പെടുത്തുന്ന ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളുടെ ക്ഷീണം അകറ്റുന്ന ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളുടെ ബലഹീനത എടുത്തു മാറ്റുന്ന ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് ദൂരെ നിൽക്കുന്ന ദൈവമല്ല, അവിടുന്ന് സമീപസ്ഥനായി, സഹായകനായി, രക്ഷകനായി കൂടെ ഉണ്ട് എന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല പ്രിയരെ. കാരണം അല്ലെങ്കിൽ നമ്മൾ പറയണം, എനിക്ക് ശ്വാസം വേണ്ട എന്ന് നമ്മൾ പറയണം, എനിക്ക് ശരീരത്തിൽ ഒരു അവയവം വേണ്ട എന്ന് പറയണം, നമ്മുടെ ഒന്നും നമുക്ക് വേണ്ട എന്ന് നമ്മൾ അവകാശപ്പെടണം. പക്ഷെ ദൈവത്തിന്റെ സൃഷ്ടികളായ നാം ഓരോരുത്തർക്കും ദൈവത്തിന്റെ കൺട്രോളിന്റെ അധീനതയിൽ വന്നേ മതിയാകുകയുള്ളൂ. ദൈവത്തിന്റെ ശരണത്തിന്റെ കീഴിൽ, ദൈവത്തിന്റെ അധീനതയിൽ, ദൈവത്തിന്റെ ഭദ്രമായ ചിറകിൻ കീഴിൽ നാം വന്നേ മതിയാകുകയുള്ളൂ. അവിടെയാണ് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. അവിടെയാണ് ഒരുവൻ ദൈവത്തിന്റെ മകനും മകളുമായി മാറുന്നത്. വിശുദ്ധ കാര്യങ്ങളെ കുറിച്ച് ഒരിക്കൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടുത്ത വിഷയം യേശു ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ പുത്രനിലൂടെ ദൈവത്തിന്റെ തൃത്വം വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തു സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ വരുവാനിടയാകും. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് പ്രാവെന്ന രൂപം ധരിച്ചു? അത് നമ്മൾ ചിന്തിക്കണം. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഈ സ്വർഗം എവിടെ? എത്ര സ്വർഗങ്ങളുണ്ട്? സ്വർഗത്തിൽ ആണുണ്ടോ പെണ്ണുണ്ടോ? സ്വർഗത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? സ്വർഗത്തിൽ ജോലികളുണ്ടോ? സ്വർഗത്തിൽ വെള്ളമുണ്ടോ? അവിടെ ആഹാരമുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ നാം തുടർമാനമായി ചിന്തിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് നന്ദിയോടെ ദൈവവചനം കേൾക്കാൻ ആകാംക്ഷയുണ്ട്? ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ വിശേഷാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? അവിടെ എങ്ങനെയാണ്? ഒരു ഭൂമിയിലെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. ഭൂമിയിൽ രാജ്യങ്ങളുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രമുഖന്മാരുണ്ട്. താഴ്ന്നവരും ഉയർന്നവരും ഉണ്ട്, ചെറിയവരും വലിയവരുമുണ്ട്, കറുത്തവരും വെളുത്തവരുമുണ്ട്. ഭൂമിയിലെ സകല സംവിധാനങ്ങളെ പറ്റി ഞങ്ങൾക്ക് ഏറെക്കുറെ അറിയാം. സൃഷ്ടികളുണ്ട്, ജീവജാലങ്ങളുണ്ട്, ആകാശ പറവുകളുണ്ട്, പക്ഷികളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ സ്വർഗത്തിൽ പക്ഷികളുണ്ടോ? സ്വർഗത്തിൽ മൃഗങ്ങളുണ്ടോ? സ്വർഗത്തിൽ ആണുണ്ടോ പെണ്ണുണ്ടോ? സ്വർഗത്തിൽ ആരൊക്കെ ജീവിക്കുന്നു? സ്വർഗത്തിലെ ജോലി എന്താണ്? സ്വർഗത്തിലെ സംവിധാനങ്ങൾ എന്താണ്? ഭൂമിയിൽ ഇത്രമാത്രം മനോഹരതയുണ്ടെങ്കിൽ ആ സ്വർഗം എങ്ങനെയാന്ന് കാണാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട്. ബൈബിൾ അത് തുറന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കിൽ ഇവിടെ ചുരുക്കാൻ പോകുകയാണ്. ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയുക, സൃഷ്ടിയിലെ തൃത്വം അതെ വെള്ളത്തിന്റെ മീതെ പരിവർത്തിക്കുന്നു എന്ന് ദൈവാത്മാവ് 1:7 ഒക്കെ പറയുമ്പോൾ 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ദൈവവചനം പറയുന്നത് പോലെ മനുഷ്യനിൽ ജീവനുള്ള ശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റിയെന്ന് ശ്വാസം എന്ന് പറയുന്നത് ആത്മാവാണെന്ന് വ്യക്തമാക്കുമ്പോൾ ഹല്ലേലൂയ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ദൈവം, ജീവജാലങ്ങളിലൂടെ പരിവർത്തിച്ച ദൈവം, മനുഷ്യനിലൂടെ പരിവർത്തിച്ച ദൈവം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഒരു ജീവജാലങ്ങളും ദൈവത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഓരോ മനുഷ്യനും ദൈവത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയല്ല. ആകാശത്ത് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെയും ഞാനുണ്ട്. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലും അവിടെയും ഞാനുണ്ട്. തൃത്വത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും കരുതലും അധികാരവും ശക്തിയും പ്രഭാവവും നാം മറന്നു പോകരുത്.
നമുക്ക് ഒരിക്കലും ഓടി ഒളിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മറന്ന് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ മന്ദിരങ്ങളെ അറിയുന്നു. നാം ചെറുതായാലും വലുതായാലും ചെയ്യുന്ന ഓരോ പാപങ്ങളും കർത്താവിന്റെ കണ്ണിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സകലതും നഗ്നവും മലർന്നതുമാണ്. അല്ലെങ്കിൽ ശ്വാസം വേണ്ട എന്ന് പറയുക, ഭൂമിയിൽ തൃത്വം വേണ്ട എന്ന് പറയുക. ഭൂമിയിൽ തൃത്വമുള്ളിടത്തോളം കാലം ഈ തൃത്വത്തിന്റെ അധീനതയിലാണ് ഈ ഭൂമി സഞ്ചരിക്കുന്നത്, സൃഷ്ടി സഞ്ചരിക്കുന്നത്. സകല മനുഷ്യനിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഒരേ ഒരു ആത്മാവാണ്, ദൈവത്തിന്റെ ശ്വാസമാണ്. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഇന്ന് രാത്രി ആ സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ, കർത്താവേ, നീ ഞങ്ങളെ നന്നായിട്ട് അറിയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങേ വിട്ട് ഞങ്ങൾക്ക് ഓടിപ്പോകാൻ കഴിയുകയില്ല. ഞങ്ങളുടെ പരിതസ്ഥിതി നീ അറിയുന്നു, ഞങ്ങളുടെ പ്രകൃതി നീ അറിയുന്നു, ഞങ്ങളുടെ അവസ്ഥകൾ നീ അറിയുന്നു, ഞങ്ങളുടെ സകലതും നീ അറിയുന്നു, ഞങ്ങളുടെ അറിവുകൾ നീ അറിയുന്നു. ഇന്ന് രാത്രിയിൽ ഈ വൈകവേളയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തി, അങ്ങയുടെ സഹായം, അങ്ങയുടെ ബലം, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ പറപ്പായി കൂടെയിരിക്കണമേ. ഏക ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും ഞങ്ങൾക്ക് എപ്പോഴും മറവായിരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാൽ, എല്ലാവരും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തൃത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ആമേ പരമാധികാരം, ആമേ കരുതല്, സഹായം, ഹല്ലേലൂയ, ശ്രേഷ്ഠത ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ തിരിച്ചറിയാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ സൃഷ്ടിയിൽ തൃത്വത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു എന്ന് ഗ്രഹിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം സകലതിന്മേലും ആമേ വ്യാപരിക്കുന്നതിനാൽ അങ്ങയുടെ സാന്നിധ്യത്തെ എല്ലായ്പ്പോഴും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ആ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിച്ചാൽ, എല്ലാവരെയും ദൈവം സൗഖ്യമാക്കിക്കാട്ടെ. എല്ലാവരുടെയും അവസ്ഥ നീ അറിയുന്നു, എല്ലാവരുടെയും പ്രകൃതി നീ അറിയുന്നു. സ്വർഗത്തിലെ തമ്പുരാന്റെ ദൈവം കരുണ എല്ലാവരുടെ മേലും വ്യാപരിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ മേൽ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. വിശുദ്ധ കാര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you.